കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് UDF കടന്നു പോകുന്നത്. തുടർച്ചയായ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് ശേഷം 2026 അധികാരം തിരിച്ചുപിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന തലമുറ മാറ്റം എന്ന വിപ്ലവകരമായ ആശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ദിശ നിർണ്ണയിക്കുന്നവയാണ്. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ആക്ഷേപങ്ങളിൽ ഒന്ന് ഒരേ മുഖങ്ങൾ തന്നെ ആവർത്തിച്ച സ്ഥാനാർത്ഥികളാകുന്നു എന്നതാണ്. ഇതിന് അറുതി വരുത്താനാണ് VD സതീശന്റെ നേതൃത്വത്തിൽ UDF ലക്ഷ്യമിടുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ പകുതിയോളം സീറ്റുകൾ യുവാക്കൾക്കും വനിതകൾക്കുമായി മാറ്റിവെക്കും. ഇതൊരു ചെറിയ മാറ്റമല്ല. പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി തുടരുന്ന പല മുതിർന്ന നേതാക്കൾക്കും വഴിമാറി കൊടുക്കേണ്ടി വരുമെന്ന സൂചനയാണിത്. KSU യൂത്ത് കോൺഗ്രസ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മിടുക്കരായ യുവ നേതാക്കൾക്ക് നിയമസഭയിലേക്ക് വാതിൽ തുറക്കപ്പെടുമ്പോൾ അത് പാർട്ടിയുടെ കേഡർ സംവിധാനത്തിൽ വലിയ ഉണർവുണ്ടാക്കും. നിയമപരമായ അനുഭവ സമ്പത്തും യുവാക്കളുടെ പ്രസരിപ്പും ചേർന്നുള്ള ഒരു ഹൈബ്രിഡ് മോഡൽ പട്ടികയായിരിക്കും 2026 UDFന്റേത്. 140 അംഗ നിയമസഭയിൽ 100 സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണം പിടിക്കുക എന്നതാണ് VD സതീശൻ പ്രഖ്യാപിച്ച ലക്ഷ്യം. ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ പ്രധാനമായും 2 ഘടകങ്ങളാണുള്ളത്. അടുത്തിടെ നടന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഫലം UDFന് നൽകിയ ആവേശം ചെറുതല്ല. 2020 വെറും 3 ജില്ലാ പഞ്ചായത്തുകളിൽ ഒതുങ്ങിയ UDF ഇത്തവണ അത് 7 വർദ്ധിപ്പിച്ചു. കേരളത്തിലെ പകുതിയോളം ജില്ലകളിൽ മേധാവിത്വം ഉറപ്പിക്കാൻ കഴിഞ്ഞത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് സതീശൻ വിശ്വസിക്കുന്നു. അടിത്തട്ടിൽ പാർട്ടി സംവിധാനങ്ങൾ സജീവമായതിന് തെളിവായി ഇതിനെ കാണാൻ കഴിയും. പിണറായി വിജയൻ സർക്കാരിന്റെ 2ാം ഊഴം പലവിധ വിവാദങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളാലും വലയുകയാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതും വിലക്കയറ്റവും സർക്കാർ സേവനങ്ങളിലെ മെല്ലെ പോക്കും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ഈ ജനവികാരം 2026 ആകുമ്പോഴേക്കും പൂർണ്ണതയിൽ എത്തുമെന്നും അത് UDFന് അനുകൂലമായ തരംഗമായി മാറുമെന്നും അദ്ദേഹം കണക്ക് കൂട്ടുന്നു. വികസന വിരുദ്ധൻ എന്ന LDFന്റെ ആരോപണത്തെ VD സതീശൻ കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട്. വികസനത്തിന് കോൺഗ്രസ് എതിരല്ല, പക്ഷേ അത് സുസ്ഥിരവും ശാസ്ത്രീയവുമാകണം എന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. കേരയിൽ പദ്ധതി അദ്ദേഹം ശക്തമായി എതിർക്കുന്നത് അതിന്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയാണ്. പ്രളയ സാധ്യതകളും കേരളത്തിന്റെ ഭൂപ്രകൃതിയും പരിഗണിക്കാതെ 10,000-കണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് പകരം പ്രായോഗികമായ ഗതാഗത പരിഷ്കരണങ്ങളാണ് UDF വിഭാവനം ചെയ്യുന്നത്. വികസനം എന്നത് പരിസ്ഥിതിയെ തകർത്തുകൊണ്ടുള്ളതാകരുതെന്ന സന്ദേശം യുവാക്കൾക്കിടയിൽ UDFന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്നും കരുതപ്പെടുന്നു. കേരളത്തിൽ BJPയുടെ വളർച്ചയെ കോൺഗ്രസ് എങ്ങനെ നേരിടുന്നു എന്ന ചോദ്യത്തിന് BJPയെ വളർത്തുന്നത് CPMന്റെ നിലപാടുകളാണെന്നാണ് സതീശന്റെ മറുപടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയത്തെ ഉദാഹരണമായി കാട്ടി അവിടെ CPMും BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ CPM വർഗീയ കാർഡുകൾ കളിക്കുമ്പോൾ അത് മറുവശത്ത് BJPക്ക് ഗുണകരമാകുന്നു എന്നാണ് UDFന്റെ വാദം. മതേതര വോട്ടുകൾ ഏകീകരണത്തിലൂടെ മാത്രമേ BJPയും CPMനെ ഒരുപോലെ പ്രതിരോധിക്കാൻ കഴിയൂ എന്നും സതീശൻ വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പതിവ് കോൺഗ്രസിനില്ല. ഗ്രൂപ്പ് പോരുകൾ ഒഴിവാക്കാനും ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടാനും ഇത് സഹായിക്കുമെന്നും സതീശൻ കരുതുന്നു. കൂട്ടുത്തരവാദിത്തം എന്നതിനാണ് മുൻഗണന. തിരഞ്ഞെടുപ്പിന് ശേഷം ACCയുടെ നിരീക്ഷകർ വന്ന് MLAമാരുടെ അഭിപ്രായം തേടിയ ശേഷം ഹൈക്കമാൻഡ് നേതാവിനെ പ്രഖ്യാപിക്കും. ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞ കുറച്ചു കാലമായി സതീശനും K സുധാകരനും ശ്രമിക്കുന്നത് വിജയത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണ്. സതീശന്റെ ഈ പ്രഖ്യാപനങ്ങൾ കേൾക്കാൻ മനോഹരമാണെങ്കിലും പ്രായോഗിക തലത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. സീറ്റ് നിഷേധിക്കപ്പെടുന്ന മുതിർന്ന നേതാക്കളെ എങ്ങനെ അനുനയിപ്പിക്കും എന്നത് വലിയ ചോദ്യമാണ്. ഘടകകക്ഷികളായ മുസ്ലിം ലീഗ്, RSP തുടങ്ങിയ പാർട്ടികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഭരണവിരുദ്ധത മാത്രം പോരാ. UDF അധികാരത്തിൽ വന്നാൽ എന്തു മാറ്റമാണ് കൊണ്ടുവരിക എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിഷൻ ഡോക്യുമെന്റ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ 2 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ്. എന്നാൽ VD സതീശൻ മുന്നോട്ട് വെക്കുന്ന യുവാക്കളുടെ പങ്കാളിത്തവും ഭരണവിരുദ്ധ പോരാട്ടവും UDFന് പുതിയൊരു ഭാവം നൽകുന്നുണ്ട്. മറ്റത്തൂർ പോലുള്ള പ്രാദേശിക തിരിച്ചടികൾക്കിടയിലും സംസ്ഥാന തലത്തിൽ വലിയൊരു മാറ്റത്തിനായി സതീശൻ തയ്യാറാക്കുന്ന ഈ മാസ്റ്റർ പ്ലാൻ വിജയിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ 2ാം ജന്മമായി മാറും. ജനവികാരം ഞങ്ങൾക്ക് അനുകൂലമാണ്, അത് വോട്ടാക്കി മാറ്റാനുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട് എന്ന സതീശന്റെ വാക്കുകൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 100 സീറ്റുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞാൽ അത് VD സതീശൻ എന്ന നേതാവിനെ വ്യക്തിപരമായ വിജയം കൂടിയായി മാറുമെന്നതിനും സംശയമില്ല.